ചിലർ ദൈവം ചില ഉടമ്പടിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. എല്ലാവരും ജീവിക്കുന്ന പോലെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. ചിലരെ വിളിച്ച് വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാവരും അങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ, നിനക്കത് പറ്റില്ല. എല്ലാവരും ഞായറാഴ്ചകൾ ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നുണ്ടല്ലോ, പക്ഷെ നിനക്ക് പറ്റില്ല. എല്ലാവരും ഈ രീതിയിലൊക്കെയാണല്ലോ ജീവിതശൈലി കൊണ്ടുനടക്കുന്നത്, നിനക്ക് പറ്റില്ല. ദൈവം തന്റെ വാഗ്ദാനം നിന്റെ മേൽ വർഷിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് മാറ്റിയിരിക്കുന്നു. ഈ മാറ്റിയിരിപ്പിന് ദൈവം നിന്നിൽ പ്രവർത്തിക്കാൻ നിന്റെ ഒരു സമർപ്പണം ആവശ്യമാണ്. ദൈവം നൽകുന്ന സന്ദേശം, നമ്മുടെ ജീവിതത്തിന്റെ ചില ലജ്ജാകരമായ സാഹചര്യങ്ങളില്ലേ, വേദനാജനകമായ സാഹചര്യങ്ങളില്ലേ, പരിഹാസ്യപരമായ സാഹചര്യങ്ങളില്ലേ, കണ്ണുനീർ പറ്റാത്ത സാഹചര്യങ്ങളില്ലേ, അവിടെ ദൈവം ആത്മാവിന് വർഷിക്കും. പക്ഷെ അതിന് നാം വേറൊരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ ആത്മാവുള്ളവന്റെ പ്രത്യേകത കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടോ ചെവി കൊണ്ട് കേട്ടതുകൊണ്ടോ വിധിക്കില്ല. എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ്, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്, അത് വിധിക്കൊരു മാനദണ്ഡമല്ല. അത് ഈ ലോക മനുഷ്യന്റെ പ്രത്യേകതയാണ്. ദൈവ മനുഷ്യന്റെ പ്രത്യേകത കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടും ചെവി കൊണ്ട് കേട്ടതുകൊണ്ടും അവൻ അതിനെ വിധിക്കില്ല. അങ്ങനെ അനുസരിക്കുന്ന ആത്മാക്കളെ ദൈവം ഭംഗിയായി പരിപാലിക്കും. എപ്പോൾ അനുസരണക്കേട് എന്ന പാപം നമ്മളിലേക്ക് കടന്നു വരുന്നുവോ ഈ ആത്മാവ് നമ്മൾ വിട്ടുപോകുമെന്ന് മാത്രമല്ല, വിട്ടുപോകുമെന്ന് നമ്മളോട്ട് അറിയത്തുമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 49 തിരുവചനം. ലൂക്കോസ് 24:49. ഇതാ, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവീൻ. കർത്താവായ യേശു തൻ്റെ പരിശുദ്ധ സ്ലേഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവെന്ന വാഗ്ദാനം അവർക്ക് നൽകിക്കൊണ്ട് ലോകം മുഴുവനും നൽകാനുള്ള തൻ്റെ മഹാവാഗ്ദാനം എന്താണ് എന്ന് പ്രഖ്യാപിച്ചു. അത് ഒരിക്കലും വിട്ടുമാറാത്തതും നമ്മെ ബലപ്പെടുത്തുന്നതും പരിപാലിക്കുന്നതുമായ ദൈവത്തിൻ്റെ ആത്മാവാണ്. ലോകത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമുക്ക് വാഗ്ദാനമായി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവൻ്റെ വാഗ്ദാനം എന്താണ് എന്ന് ചോദിച്ചാൽ, യേശു അവന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം ഭൂമിയിലെ ഏതെങ്കിലും നന്മകൾ കൊണ്ട് സമ്പന്നമാക്കാമെന്നല്ല, തൻ്റെ ആത്മാവിനെ നൽകാമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തെ മുഴുവൻ പിന്നീട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഏറ്റെടുക്കാൻ ആത്മാവിന് സാധിക്കും. എന്നാൽ ആത്മാവിൻ്റെ നിയന്ത്രണത്തെ വേണ്ട എന്ന് തീരുമാനിക്കാൻ ആ വ്യക്തിയുടെ മനസ്സ് വിചാരിച്ചാൽ ആ നിമിഷം പറ്റുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് എളിമപ്പെട്ട് നിന്നു കഴിഞ്ഞാൽ, വചനത്തെ അനുസരിക്കുകയും വചനത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളെ, ആ വ്യക്തിത്വത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. വേദപുസ്തകത്തിലെ ഓരോ ദൈവാത്മാവ് നയിക്കുന്ന മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. വചനത്തിൻ്റെ മുമ്പിൽ അനുസരണത്തോടെ നിൽക്കുന്ന വ്യക്തികളെ ദൈവാത്മാവ് നയിക്കാൻ തുടങ്ങും. അവരുടെ ജീവിതത്തിൽ ദൈവാത്മാവ് നയിക്കുന്നത് അസാധ്യമെന്ന് കരുതുന്ന മേഖലകളിലൂടെയും അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലൂടെയായിരിക്കും. പക്ഷെ അവരുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരങ്ങളിലായതുകൊണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളുടെയും പ്രതികൂലതകളുടെയും നടുവിൽ ദൈവം അവരെ കൈപിടിച്ചിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും പ്രതികൂലതകളുടെയും നടുവിലൂടെ സഞ്ചരിച്ചവരാണ്. വലിയൊരു സത്യം പമ്പര നുണയാണ് എന്ന് കരുതിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തിലായിരുന്നു അവരുടെ ശുശ്രൂഷ നിർവഹിക്കേണ്ടി വന്നത്. അതാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നുള്ള ഒരു വ്യാജ ബോധ്യം ആ ചുറ്റുപാടുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, ആ വ്യാജത്തിനെതിരെ ഘോഷിക്കുവാൻ അവരുടെ കയ്യിലുണ്ടായിരുന്നത് യുക്തിസഹജമായ തെളിവുകളില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതായ വസ്തുനിഷ്ഠാപരമായി യാതൊന്നും അവരുടെ കയ്യിലില്ല. പിന്നീട് അവരുടെ കയ്യിലുള്ളത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഏക സഹായത്തോടെയാണ് വ്യാജം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ അവർ യേശുവിനെ ഘോഷിക്കാൻ തുടങ്ങിയത്. വ്യാജം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ യേശു ദൈവമാണ് എന്ന് ഘോഷിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചപ്പോൾ
അവരിൽ കൂടുതൽ ആളുകൾക്കും അവരുടെ ജീവൻ വിലയായി കൊടുക്കേണ്ടി വന്നു. ഭൗതിക ജീവൻ വിലയായി കൊടുത്തെങ്കിലും ആ ഭൗതിക ജീവൻ കൊണ്ട് അവർ വില കൊടുത്ത് വാങ്ങിയത് നിത്യജീവനാണ് എന്ന് പിന്നീട് മനസ്സിലാക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിനെ പ്രാപിക്കാനാണ് ഇപ്പം നമ്മൾ പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ആദിമ സഭ ഈ ആത്മാവിനെ പ്രാപിക്കാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണ്? അതാണ് ഞാനിപ്പോൾ വായിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 43-ാം തിരുവചനം. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിനെല്ലാം സാക്ഷികളാണ്. എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ ഈ നഗരത്തിൽ തന്നെ താമസിക്കുവിൻ. ഈ നഗരത്തിൽ തന്നെ, നഗരം ഏതാണെന്ന് നമുക്കറിയാം, യെരൂശലേമാണ്. ഈ യെരൂശലേമിൽ തന്നെ താമസിക്കുവിൻ. ഇവിടെയാണ് ആത്മാവ് വരുന്നത്. കുറച്ചും കൂടെ സേഫായിട്ട് വേണമെങ്കിൽ അവർക്ക് ശമരിയയിലേക്ക് മാറാം. കുറച്ചും കൂടെ സേഫായിട്ട് വേണമെങ്കിൽ അവർക്ക് ബഥാനിയയിലേക്ക് മാറാം. അധികം ശത്രുക്കൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറാം. പക്ഷേ യേശു പറഞ്ഞല്ല, ഇവിടെ തന്നെ, ഈ യെരൂശലേമിൽ തന്നെ, ഈ പീഡകരുടെ നടുവിൽ തന്നെ, ഈ എതിരാളികളുടെ നടുവിൽ തന്നെ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ തന്നെ, ഈ രോഗത്തിന്റെ, ഈ കഷ്ടതയുടെ, ഈ കണ്ണുനീരിന്റെ, ഈ കുറ്റപ്പെടുത്തലിന്റെ, ഈ ഒറ്റപ്പെടുത്തലിന്റെ, ഈ തള്ളിപ്പറച്ചലിന്റെ, ഈ ഉപേക്ഷകളുടെ നടുവിൽ നിന്നുകൊള്ളുക. ഇവിടെ നിൽക്കുക. ഇവിടെ ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ മേൽ വർഷിക്കും. അപ്പോസ്തലന്മാർ ആരും ചോദിച്ചില്ല, അല്ല കർത്താവേ, കുറച്ചും കൂടെ സേഫായിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കും, കുറച്ചും കൂടെ സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലം, കുറച്ച് മാറിയ സ്ഥലത്താണെങ്കിൽ അവിടെ വലിയ ശല്യമൊന്നുമില്ല, ഞങ്ങൾ അവിടേക്ക് മാറി നിന്ന് പ്രാർത്ഥിച്ചാൽ വലിയ ശല്യമില്ല, ഞങ്ങൾക്ക് വളരെ സുരക്ഷിതമാണ്. അല്ല, നിന്റെ സുരക്ഷിതത്വം നോക്കി നീ ഓടണ്ട. പകരം എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കാമെന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുക. യെരൂശലേമിൽ തന്നെ നിൽക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. യെരൂശലേം അപ്പോസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ സ്ഥലമാണ്. ക്രിസ്തുവിനെ ഇങ്ങനെയാണ് അവർ പീഡിപ്പിച്ചു കൊന്നതെങ്കിൽ ക്രിസ്തുവിന്റെ നാമം വഹിക്കുന്ന ആളുടെ അവസ്ഥകൾ എന്തായിരിക്കും? നേതാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അനുയായികളുടെ അവസ്ഥ എന്താണ്? യെരൂശലേം കേന്ദ്രീകരിച്ചിട്ടാണ് ഈ മഹാപീഡനം നടന്നത്. അതുകൊണ്ട് ഓരോ അപ്പോസ്തലനും യെരൂശലേം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ വാഗ്ദാനം അവരിലേക്ക് പകരുന്നത്, ഇല്ല, ഇവിടെ തന്നെ നിൽക്കുക. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സ്വർഗാരോഹണത്തിനും അവർ കൊടുക്കുന്ന ബോധ്യം ഇതാണ്, ഇവിടെ നിന്ന് മാറണ്ട. ദൈവം നൽകുന്ന സന്ദേശം, നമ്മുടെ ജീവിതത്തിന്റെ ചില ലജ്ജാകരമായ സാഹചര്യങ്ങളില്ലേ, വേദനാജനകമായ സാഹചര്യങ്ങളില്ലേ, പരിഹാസ്യപരമായ സാഹചര്യങ്ങളില്ലേ, കണ്ണുനീർ പറ്റാത്ത സാഹചര്യങ്ങളില്ലേ, അവിടെ ദൈവം ആത്മാവിനെ വർഷിക്കും. പക്ഷെ അതിന് നാം വേറൊരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? അവൻ അവരെ ബഥാനി അവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങി. എങ്ങോട്ട് പോയേ? ഏതാണ് യെരൂശലേം? അവരുടെ ഞെരുക്കത്തിന്റെ തന്നെ സ്ഥലം, അവരുടെ ഒളിച്ചോടണമെന്ന് അവർക്ക് തോന്നിയിട്ടുള്ള സ്ഥലം, മാറിപ്പോകണം ഈ കഷ്ടത എന്നവർ ചിന്തിച്ചിട്ടുള്ള സ്ഥലം. അവരവിടെ തന്നെ പോയിരുന്നു. ഇതാണ് വചനം അനുസരിക്കുക എന്നുള്ളതിന്റെ പ്രത്യേകത. അവർ യെരൂശലേമിലേക്ക് തന്നെ തിരികെ പോയി. ഈ ഉപദ്രവിക്കുന്ന ജീവിത പങ്കാളി, ഈ വെറുക്കുന്ന മനുഷ്യർ, ഈ തള്ളിപ്പറയുന്ന മക്കൾ അവിടെ തന്നെ. അവിടെ എങ്ങനെ നിന്നെന്നറിയോ? അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദൈവാലയത്തിൽ കഴിച്ചുകൂട്ടി. ഈ ദൈവാലയം അവരുടെ മുമ്പിൽ അടയ്ക്കപ്പെട്ട സ്ഥലമാണ്. പെസഹായുടെ നാളിൽ ക്രിസ്തു വന്നാൽ പിടിക്കാൻ വേണ്ടി കാത്തിരുന്ന സ്ഥലമാണത്. അതുകൊണ്ടാണ് അവൻ യെരൂശലേം ദൈവാലയത്തിന് നേരെ അപ്പുറത്തുള്ള ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയത്. ദൈവാലയം അവരുടെ മുമ്പിൽ അടയ്ക്കപ്പെട്ട സ്ഥലമാണ്. പക്ഷേ അവർ ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മളൊന്ന് ആലോചിക്കുകയെ, പള്ളിയിൽ വികാരിയച്ഛനോട് പണക്കമുണ്ടെങ്കിൽ നമ്മൾ പള്ളി പോവുകയില്ല, കമ്മിറ്റിക്കാരോട് പണക്കമുണ്ടെങ്കിൽ പള്ളി പോവുകയില്ല, ഈവൻ നമ്മുടെ പള്ളിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് തന്നെ പണക്കമുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ പള്ളിയിലേക്ക് പോകില്ല. കൂട്ടായ്മയോട് പണക്കമുണ്ടെങ്കിൽ പിന്നെ ആ കൂട്ടായ്മയിലേക്ക് പോകില്ല. ആ കൂട്ടായ്മയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട്, ഒരു വൈദികനോട്, അല്ലെങ്കിൽ ഒരു ബിഷപ്പിനോട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ഒരു വ്യക്തിയോട് പണക്കമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ കൂട്ടായ്മ തന്നെ ഉപേക്ഷിക്കും. ഇതാ ബൈബിൾ നമ്മളുടെ നേരെ ഓപ്പോസിറ്റ് പഠിപ്പിക്കുന്നത്. എല്ലാവരും എതിരായിട്ടും പ്രതിസന്ധികളുടെ കൂമ്പാരങ്ങളുടെ നടുവിലായിട്ടും അവർ അവിടെ സദാസമയവും ദൈവാലയത്തിൽ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവാലയത്തിൽ കഴിഞ്ഞുകൂടി. അവരിങ്ങനെ ഇരുന്ന് പാട്ടുപാടി ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ അവിടെ വരുന്ന ഓരോ യഹൂദനും ഇവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞിട്ടല്ല പോവുക. കള്ളന്മാർ പിന്നെ ഇറങ്ങിയിരിക്കുന്നത്. അവരുടെ പുറകുവശത്തേക്ക് നോക്കിയാൽ അറിയാം, ചാട്ടവാറിന്റെ പാടാണ് കൂടുതലും. അവരിങ്ങനെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സന്നിധി സംഘം കൂടിയിട്ട് ചില ദിവസങ്ങളിൽ ചാട്ടവാറടിയാണ് കൊടുക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അവർ യേശുവിനെ പ്രഘോഷിച്ചതിന്റെ പേരിൽ ക്രൂരമായ ചാട്ടവാറിന്റെ അടികളാണ് അവർ ഇരിക്കുന്നത്. എന്നിട്ട് അവർ സദാസമയവും ദൈവാലയത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ദൈവകൃപയുടെ സ്ഥലം വിട്ടുപോകാൻ ആര് പ്രലോഭിപ്പിച്ചാലും അത് വിട്ടുപോകില്ല. കാരണം അവരെ നയിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അവർ അതിനോട് ഭയങ്കര അനുസരണവും കടപ്പാടുള്ളവരാണ്.
അവരെ ദൈവം പരിപാലിക്കാൻ തുടങ്ങും. ദൈവാലയത്തിൽ നിന്ന് മാറേണ്ട ഒരു സമയമുണ്ട്, ഒരു ശുശ്രൂഷയുമായി ഇറങ്ങേണ്ട സമയമുണ്ട്. അതുവരെ അവർ ആ ദൈവാലയത്തിൽ തന്നെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഓരോന്നിലും ഓർക്കണം, ഞാൻ ഈ സാഹചര്യങ്ങളിൽ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നതിൽ നിന്ന് മാറേണ്ടതുണ്ടോ? ഞാൻ വിചാരിച്ച പോലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടില്ല, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില പ്രതികൂലങ്ങൾ എനിക്ക് വന്നു, അന്നേരം ദൈവാലയിട്ടും ദൈവാനുഭവം ആരാധനയിട്ടും ഓടുകയല്ല ചെയ്യാം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ അനുസരിക്കുന്ന ആത്മാക്കളെ ദൈവം ഭംഗിയായി പരിപാലിക്കും. എപ്പോൾ അനുസരണക്കേട് എന്ന പാപം നമ്മളിലേക്ക് കടന്നു വരുന്നുവോ, ഈ ആത്മാവ് നമ്മൾ വിട്ടുപോകുമെന്ന് മാത്രമല്ല, വിട്ടുപോകണമെന്ന് നമ്മളോട്ട് അറിയത്തുമില്ല. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വിട്ടുപോകുന്നു എന്നുള്ളതല്ല, വിട്ടുപോകുന്നത് നമ്മൾ അറിയില്ല. ഇപ്പം എൻ്റെ കഴുത്തിൽ ഒരു 10 പവൻ്റെ മാലയുണ്ട് എന്ന് വിചാരിക്കുക. അപ്പം എൻ്റെ മനസ്സിലൊരു ആത്മധൈര്യമുണ്ട്, എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ 10 പവൻ്റെ മാല ഇപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ പവന് 50,000 രൂപ അത്രയുണ്ട് വിലയുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം രൂപയുടെ സാധനമുണ്ട്, എവിടെ പോയാലും പെടുവൊന്നുമില്ല, കഴുത്തിൽ മാല കിടപ്പുണ്ട്. ഈ ധൈര്യത്തിലാണ്. എന്നാൽ ഈ മാല എൻ്റെ കഴുത്തിൽ നിന്ന് എങ്ങനെയോ പൊട്ടി വീണുപോയി. ഞാൻ അറിഞ്ഞിട്ടില്ല എങ്കിൽ എൻ്റെ പ്രതീക്ഷകൾക്ക് എന്ത് അർത്ഥമുണ്ട്? ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഏത് പ്രതിസന്ധി ചെയ്താലും പേടിക്കേണ്ട, കഴുത്തിൽ മാല കിടപ്പുണ്ട്, ഇതാണ് എൻ്റെ ബോധ്യം. സത്യത്തിൽ മാല പോയി. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവസ്ഥ എന്താണ്? വിലയുള്ളത് എൻ്റെ കയ്യിലുണ്ടെന്നാണ് എൻ്റെ ധാരണ, പക്ഷെ വിലയുള്ളത് എന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് മാത്രം. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് നമ്മൾ അറിയില്ല. എന്നാൽ അനുസരിക്കുന്ന വ്യക്തികളിൽ അഭിഷേകമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിൽക്കും. സുന്ദരമായി നമ്മളത് പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം തൊട്ട് ആത്മാവിൽ നയിക്കപ്പെട്ട ഒരു മനുഷ്യനെ ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വ്യക്തിയുടെ പ്രത്യേകത, അവൻ്റെ മാതാപിതാക്കന്മാർ തൊട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതശൈലിയായിരുന്നു. 13-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനം ഒന്ന് വായിച്ചേ. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാളുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നു, അവർക്ക് മക്കളില്ലായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം, വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കൈകളിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. ഇസ്രായേലിൽ മനോവ, ദാൻ ഗോത്രക്കാരനായ മനോവയുടെ ജീവിതം, മക്കളില്ലാത്ത ജീവിതം. മനോവയുടെ ഭാര്യയുടെ മേൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് വാഗ്ദാനം കൊടുക്കുകയാണ്. വന്ധ്യയായ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരും, പക്ഷെ നീ ചില അനുസരണങ്ങളിലൂടെ ജീവിതത്തെ കൊണ്ടുപോകണം. നിനക്ക് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞ് നാസീർ വ്രതക്കാരനായിരിക്കും. വീഞ്ഞോ വീര്യം കൂടിയ ലഹരി പാനീയങ്ങളോ അവൻ ഭക്ഷിക്കരുത്. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. നാട്ടിലെ പിള്ളേരെല്ലാം മുടിവെട്ടി വേണ്ട പോലെയും ഡിസൈൻ ചെയ്തൊക്കെ നടക്കും, പക്ഷെ നിന്റെ കൊച്ചിൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. നാട്ടിലെ പലരും പല സ്റ്റൈലിൽ നടക്കും, പക്ഷെ പറ്റില്ല. നാട്ടിലെ പല ഗർഭിണികളും ഇടയ്ക്ക് ചെറിയ വീഞ്ഞു കുടിച്ചും മുന്തിരിങ്ങ തിന്നും മുന്തിരിച്ചാറ് കഴിച്ചൊക്കെ ജീവിക്കും, പക്ഷെ നിനക്ക് പറ്റില്ല. ചിലർ ദൈവം ചില ഉടമ്പടിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. എല്ലാവരും ജീവിക്കുന്ന പോലെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. ചിലരെ വിളിച്ച് വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാവരും അങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ, നിനക്കത് പറ്റില്ല. എല്ലാവരും ഞായറാഴ്ചകൾ ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നുണ്ടല്ലോ, പക്ഷെ നിനക്ക് പറ്റില്ല. എല്ലാവരും ഈ രീതിയിലൊക്കെയാണല്ലോ ജീവിതശൈലി കൊണ്ടു നടക്കുന്നത്, നിനക്ക് പറ്റില്ല. ദൈവം തൻ്റെ വാഗ്ദാനം നിന്റെ മേൽ വർഷിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് മാറ്റിയിരിക്കുന്നു. ഈ മാറ്റിയിരിപ്പിന് ദൈവം നിന്നിൽ പ്രവർത്തിക്കാൻ നിന്റെ ഒരു സമർപ്പണം ആവശ്യമാണ്. അതുകൊണ്ട് മനോവയുടെ ഭാര്യയോട് ദൈവം പറഞ്ഞു, നിന്റെ ജീവിതം ദൈവ തിരുസന്നിധിയിൽ ഇങ്ങനെ ഒരു വ്രതമായി വെക്കുക. നിന്നിൽ നിന്നൊരു കുഞ്ഞിനെ ദൈവത്തിന് നാസീർ വ്രതക്കാരനായി കാഴ്ചവെക്കും. അവൻ അടിമത്തത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാനുള്ളവനാണ്. ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിന് വിടുതൽ കൊടുക്കാനുള്ളവനാണ്. ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഫെലിസ്ത്യർ അത്ര മല്ലന്മാരാണ്, അത്ര ശക്തന്മാരാണ്. ഇസ്രായേലിനെ വിടുവിക്കുവാൻ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, അത് നിന്നിൽ നിന്നാണ്. ഇവള് ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് വയലിലായിരുന്നു. അവനൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു. കർത്താവ് വീണ്ടും ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. കാര്യങ്ങളൊക്കെയായി അങ്ങനെ കുഞ്ഞ് ജനിച്ചു. അതിൻ്റെ 24 വചനം. അവളൊരു പുത്രനെ പ്രസവിച്ചു. സാംസൺ എന്ന് പേരിട്ടു. നമ്മൾ കൂടുതൽ കേട്ടില്ല സിംസോൻ എന്നാണ്. സിംസോൻ അഥവാ സാംസൺ എന്ന് പേരിട്ടു. കുട്ടി വളർന്നു, കർത്താവ് അവനെ അനുഗ്രഹിച്ചു. കുട്ടി വളർന്നു,
കർത്താവ് അവനെ അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കീഴിൽ ഒരു കുഞ്ഞ് വളരാൻ തുടങ്ങി. കർത്താവ് അവനെ അനുഗ്രഹിക്കാനുള്ള കാരണം ഇപ്പോൾ ആ കൊച്ചിൻ്റെ മിടുക്കുകൊണ്ടല്ല, അതിൻ്റെ മാതാപിതാക്കന്മാർ ആ ഉടമ്പടിയോടെടുത്ത അനുസരണം കൊണ്ടാണ്. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവാനുഗ്രഹം ഇങ്ങനെ ഒഴുകാൻ കാരണം ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കന്മാർ ദൈവസന്നിധിയിലെടുത്ത ഉടമ്പടി അവർ അതുപോലെ അനുസരിച്ചു. ദൈവം അനുഗ്രഹിച്ചതുപോലെ കുഞ്ഞുണ്ടായി. ആ കുഞ്ഞുണ്ടായെന്ന് മാത്രമല്ല, ആ കുഞ്ഞ് അതിൻ്റെ വളർച്ചയിൽ ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത വചനം. സോറായ്ക്കും എഷ്തവോലിനും മധ്യേയുള്ള മഹനോദാനിയിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ആ കുഞ്ഞ് വളരാൻ തുടങ്ങി. ഇപ്പോൾ ആ കുഞ്ഞിനി വളരുമ്പോൾ അവനെ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ആത്മാവ് അവൻ്റെ ശക്തിയുടെ ആത്മാവല്ല, അവൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ പോഷകാഹാരത്തിൻ്റെ ആത്മാവല്ല, അവൻ പഠിച്ചിട്ടുള്ള വിദ്യകളുടെ ആത്മാവും അറിവുമല്ല അവന് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തിൽ ഇടപെടാൻ തുടങ്ങി. അവന് ദൈവാത്മാവ് നയിക്കാൻ തുടങ്ങി. അതിൻ്റെ ചില പ്രത്യേകതയാണ് ഇനി പറയുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 1-ാം വചനം. സാംസൺ തിമ്നായിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു ഫിലിസ്തീ യുവതിയെ കണ്ടു. അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു, തിമ്നായിൽ ഞാൻ ഒരു ഫിലിസ്തീ യുവതിയെ കണ്ടുമുട്ടി, അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. അവർ പറഞ്ഞു, നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫിലിസ്തീനരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത്? എന്നാൽ സാംസൺ പറഞ്ഞു, അവളെ എനിക്ക് തരിക, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് പ്രവർത്തിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം ചില ബോധ്യങ്ങൾ കൊടുത്തു. മാതാപിതാക്കന്മാർക്ക് ഇത് ചിന്തിക്കാനേ കഴിഞ്ഞില്ല. ഈ വിജാതിയരുടെ ഇടയിൽ പോയി നീ എന്തിനൊരു പങ്കാളിയെ കണ്ടെത്തുന്നു? പക്ഷെ കർത്താവിൻ്റെ ഹിതം ഇവനിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവാത്മാവിൻ്റെ ബോധ്യത്തിൽ ഇവൻ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ തിന്നയിലേക്ക് പോവുകയാണ്. ദൈവാത്മാവുള്ളവന്റെ ഒരു പ്രത്യേകത ഇനി ഞാൻ വായിക്കാം, കേട്ടുകൊള്ളുക. 5 വചനം വായിക്കുമ്പോൾ ഈ ദൈവാത്മാവ് നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിത സ്വഭാവം ബൈബിൾ വളരെ മനോഹരമായ ഒരു ഭാഷയിൽ പറയുകയാണ്. 5-ാം വാക്യം വായിച്ചേ. സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല. ഇതാണ് ആത്മാവുള്ളവന്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്കിത് വായിച്ചിട്ട് എന്ത് മനസ്സിലായി? ഇതാ മുന്തിരിത്തോപ്പിലൂടെ പോകുമ്പോൾ ഒരു സിംഹക്കുട്ടി അവരുടെ നേരെ അലറിച്ചീറി വന്നു. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിക്കുകയാണ്. സിംഹക്കുട്ടി വരുന്നത് എങ്ങനെയായിരിക്കും? അലറി ചീറിയാണ് വരുന്നത്. കർത്താവിൻ്റെ ആത്മാവ് അവന് ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. മാതാപിതാക്കന്മാരെ ആ കാര്യം അറിയിച്ചില്ല. എന്തായിരിക്കും അർത്ഥം? ആരൊക്കെയാ പോകുന്നത്? ഇയാളുടെ കൂടെ ആരൊക്കെയാ ഈ പെണ്ണ് കാണാൻ പോകുന്നത്? മാതാപിതാക്കന്മാരും മോനും കൂടി പോവുകയാണ്. അപ്പോൾ ആ മുന്തിരിത്തോപ്പിൽ വെച്ച് ഒരു സിംഹം വന്നു. ഇളയാടിനെ കീറിക്കളയുന്നത് പോലെ അവൻ അതിനെ കീറിക്കളഞ്ഞു. മാതാപിതാക്കന്മാർ അറിഞ്ഞില്ല. ആയുധം കൂടാതെ അവൻ അതിനെ കീറിക്കളഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന ഒരു 4 കാലുള്ള അലറുന്ന സിംഹമല്ല വന്നത്. ഇത് ചില വൈകാരിക തലങ്ങളാണ്. ചില വൈകാരിക തലങ്ങൾ നമ്മുടെ നേരെ ഇങ്ങനെ വരും. എങ്ങനെ നമ്മളതിനെ കൈകാര്യം ചെയ്യുന്നു? ആയുധം കൂടാതെ അവൻ്റെ പ്രതികൂല ബോധ്യങ്ങളെ കൈകാര്യം ചെയ്തു. അവൻ ആ സിംഹക്കുട്ടിയെ കൈകാര്യം ചെയ്തത് ആരും അറിഞ്ഞു പോലും ഇല്ല. ഇനി നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ വീട്ടിലെ ചില സിംഹക്കുട്ടികൾ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഭാര്യയുടെ ദേഷ്യത്തെ ഭർത്താവ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഭർത്താവിൻ്റെ ദുശാഠ്യത്തെ ഭാര്യ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? മദ്യപാനിയായ ഒരു ഭർത്താവിനെ ഭാര്യ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഭാര്യയുടെ ചില തെറ്റിദ്ധാരണകളെ ഭർത്താവ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? മക്കളെ എങ്ങനെ മാതാപിതാക്കന്മാർ കൈകാര്യം ചെയ്യുന്നു? നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മാതാപിതാക്കന്മാർ മാത്രമല്ല, നാട് മുഴുവൻ അറിയും. എന്നാൽ ഇവിടെ പറയുകയാണ്, ശിംശോൻ ഇത് കൈകാര്യം ചെയ്തത് മാതാപിതാക്കന്മാരെ പോലും അറിയിച്ചില്ല. അവനിൽ ചിലപ്പോൾ ഇപ്പോൾ സിംഹം പോലെ കടന്നു വന്നത് അവന് നിയന്ത്രിക്കാൻ കഴിയാത്ത അതിഭയങ്കരമായ വിദ്വേഷമായിരിക്കും, ദേഷ്യമായിരിക്കാം. ഏതോ ഒരു വിഷയത്തിൽ ദേഷ്യമായിരിക്കാം വന്നത്. അവൻ ഉടനെ ദൈവാത്മാവിൽ ആ ദേഷ്യത്തെ കൈകാര്യം ചെയ്തു. അവന് വന്നത് ഏതെങ്കിലും നിരാശയായിരിക്കാം. ദൈവത്തിന്റെ ആത്മാവിൽ അവനതിനെ കൈകാര്യം ചെയ്തു. ഏതോ പ്രതികൂല വിചാരമായിരിക്കാം അവൻ കടന്നു വന്നത്. അവൻ ദൈവാത്മാവിൽ അതിനെ കൈകാര്യം ചെയ്തു. ആരും അറിഞ്ഞു പോലും ഇല്ല, ആരും അറിഞ്ഞില്ല. കാരണം എന്തെന്നറിയോ? ദൈവാത്മാവുമായി ബന്ധപ്പെട്ടിട്ടാണ് ശിംശോൻ തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്.
ദൈവത്തിന്റെ ആത്മാവിന്റെ ബലമുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ക്രമീകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ പറ്റിയല്ല. ഭയങ്കര പാടായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയാണ് ശിംശോൻ കൈകാര്യം ചെയ്തത്. ശിംശോൻ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അതിഭയങ്കരമായ ഈ ഒരു വൈകാരിക സിംഹം പോലെ വന്ന വിഷയത്തെ ആടിനെ കൈകാര്യം ചെയ്തതുപോലെ കൈകാര്യം ചെയ്തു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, സിംഹം പോലെ വരുന്ന വിഷയത്തെ കുഞ്ഞാടിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പോലെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ല. ദൈവാത്മാവ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം സാധിക്കുന്നതാണ്. കാരണം എന്താ അറിയോ? ദൈവാത്മാവിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. യേശയ്യാ പ്രവചനം 11 അധ്യായം 2 മുതലുള്ള തിരുവചനം. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. ദോഷത്തരത്തിന്റെ ആത്മാവല്ല, പൊട്ടത്തരത്തിന്റെ ആത്മാവല്ല, വെറുപ്പിന്റെ ആത്മാവല്ല, ആക്രോശത്തിന്റെ ആത്മാവല്ല, ആക്രമണത്തിന്റെ ആത്മാവല്ല, എതിർപ്പിന്റെയും വെല്ലുവിളിയുടെയും ആത്മാവല്ല. ജ്ഞാനത്തിന്റെ ആത്മാവ്, അറിവിന്റെ ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. അടുത്തത്, കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. കണ്ടോ? കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ വിധി നടത്തില്ല. അതാണ് പ്രത്യേകത. ഈ വിഷയം ഉണ്ടായപ്പോൾ ഞാൻ ആദ്യം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, അവൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ചെവി കൊണ്ട് കേട്ടു, അതിലല്ല വിധിക്കുക. ദൈവത്തിന്റെ ആത്മാവുള്ളവന്റെ പ്രത്യേകത കണ്ണുകൊണ്ട് കണ്ടത് കൊണ്ടോ ചെവി കൊണ്ട് കേട്ടത് കൊണ്ടോ വിധിക്കില്ല. എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ്, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്, അത് വിധിക്കൊരു മാനദണ്ഡമല്ല. അത് ഈ ലോക മനുഷ്യന്റെ പ്രത്യേകതയാണ്. ദൈവ മനുഷ്യന്റെ പ്രത്യേകത കണ്ണുകൊണ്ട് കണ്ടത് കൊണ്ടും ചെവി കൊണ്ട് കേട്ടത് കൊണ്ടും അവൻ അതിനെ വിധിക്കില്ല. അവൻ ദൈവാത്മാവിൽ അത് കൈകാര്യം ചെയ്യും. സിംഹം പോലെ വന്നതിനെ ഇളയാടിനെ പോലെ കൈകാര്യം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കുക, നമ്മുടെ കുടുംബത്തിനകത്തെ, നമ്മുടെ വ്യക്തി ജീവിതത്തിനകത്തെ പല വിഷയങ്ങളെയും ആടിനെ പോലെ വന്ന വിഷയത്തെ സിംഹത്തെ പോലെ കൈകാര്യം ചെയ്തവരാണ് നമ്മൾ പലരും. സിംഹത്തെ പോലെയുള്ള വിഷയത്തെ ആടിനെ പോലെ കൈകാര്യം ചെയ്യണം. ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തി കളഞ്ഞു. മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല, ആരും അറിഞ്ഞില്ല. ചില വിഷയങ്ങൾ ആത്മാവുള്ളവൻ കൈകാര്യം ചെയ്യുന്നത്, ചില പ്രയാസങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില പ്രതികൂല വിഷയങ്ങൾ അവൻ കൈകാര്യം ചെയ്യുന്നത് ആരും അറിയില്ല. 8-ാമത്തെ തിരുവചനം. സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു. അവൻ അവളെ വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ചു നാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നു. വഴിമധ്യേ ആ സിംഹത്തിന്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു. വഴിമധ്യേ താൻ കൈകാര്യം ചെയ്ത സിംഹത്തിന്റെ ഉടല് കാണാൻ അവൻ ആഗ്രഹിച്ചു. എന്ത് സുന്ദരമായ ഒരു സുവിശേഷ ഭാഷയാണ് നോക്ക്. അവനെ കൈകാര്യം ചെയ്ത വിഷയമുണ്ടല്ലോ, കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിന്റെ വഴിമധ്യേ അയാൾ കൈകാര്യം ചെയ്ത ആ വിഷയത്തെ അയാൾ ഒന്നോടൊന്ന് ഓർത്തെടുത്തു, അത് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴോ അതാ സിംഹത്തിന്റെ ശരീരത്തിൽ, അവൻ ആ സിംഹത്തിന്റെ ശരീരം അവിടെ കിടക്കുന്നത് കണ്ടു. നിങ്ങൾ എന്റെ നേരെ നോക്കി. ഒരു സിംഹത്തെ തല്ലിക്കൊന്ന് അവിടെ ഇട്ടെന്ന് വിചാരിക്കുക. 2-3 ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പം അതിനകത്ത് എന്തുണ്ടാവും? പുഴു ഉണ്ടാവും, പിന്നെയോ ചീഞ്ഞിട്ടുണ്ടാവും, അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്ത ദുർഗന്ധം ഉണ്ടാവും. അതാണ് സ്വാഭാവികത. സിംഹത്തെ അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്ത് അവിടെ കൊട്ടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് സ്വാഭാവികമായിട്ടുണ്ടാകുക. പുഴുവും നാറ്റവും പിടിച്ചിരിക്കും. എന്നാൽ സിംസോൻ ഈ സിംഹത്തെ കൈകാര്യം ചെയ്തിട്ട് അവിടെ ചെന്നപ്പോൾ അവന്റെ മുമ്പിൽ ദൈവം കാണിച്ചു കൊടുത്തതെന്നറിയോ? വായിച്ചേ. അതാ സിംഹത്തിന്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. അവൻ അത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്തെത്തി അവർക്കും കൊടുത്തു. അവരും ഭക്ഷിച്ചു. അവർക്കും കൊടുത്തു. അവൻ ആ സിംഹത്തെ കൈകാര്യം ചെയ്ത രീതിയിൽ നിന്ന് പിന്നെ അവന്റെ ജീവിതത്തിലേക്ക് അത് കൊടുത്തത് ഒരു തേൻ അടയാണ് കൊടുത്തത്. മധുരമാണ് പങ്കു ചെയ്തത്. അതവൻ മാതാപിതാക്കന്മാർക്ക് കൊടുത്തു. നമ്മൾ ചില വിഷയങ്ങൾ ദൈവാത്മാവിൽ കൈകാര്യം ചെയ്താൽ അതിൻ്റെ റിസൾട്ട് വലിയ അനുഗ്രഹമായിരിക്കും. അത് നമുക്ക് മാത്രമല്ല, അത് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്നതായി തീരും. അർത്ഥം മനസ്സിലായോ? എൻ്റെ സഹോദരങ്ങളെ, സിംഹം പോലെയുള്ള വിഷയങ്ങളെ ഇളയാടിനെ കൈകാര്യം ചെയ്തതുപോലെ ആത്മാവിൽ കൈകാര്യം ചെയ്താൽ ആ വിഷയത്തിൽ നിന്ന് ദൈവം നമുക്കൊരു നന്മ മാറ്റിവെക്കും. നാട്ടുകാർ വിചാരിക്കും നമ്മൾ തോറ്റെന്ന്, ചുറ്റുപാടുള്ളവർ വിചാരിക്കും നമ്മൾ തോറ്റെന്ന്, മറ്റുള്ളവർ വിചാരിക്കും ഒരു കഴിവില്ലാത്തവനാണെന്ന്, ഒരു ബോഷനാണ്, പൊട്ടനാണ്, പോങ്ങനാണെന്ന് പറയും, ഒന്നിന് കഴിവില്ലാത്തവനെന്ന് പറയും. പക്ഷെ അവർക്കറിയില്ല നാം അത് ദൈവാത്മാവിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. നാം അത് ദൈവത്തിന്റെ ആത്മാവിൽ അത് വിഷയം കൈകാര്യം ചെയ്യുകയാണ്. ദൈവാത്മാവിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. അതിന്റെ റിസൾട്ട് ദൈവം അതിൻ്റെ ഉള്ളിൽ ഒരു തേൻ ഒളിപ്പിച്ചിട്ടുണ്ട്, ഒരു മധുരം ഒളിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടി മാത്രമല്ല,
ചേർന്ന് നിൽക്കുന്ന സകലർക്കും മധുരകരമായി മാറ്റുന്നത്. അടുത്തത്, സിംസോൻ പിന്നീട് ഫെലിസ്ത്യരെ, അവൻ്റെ ദൗത്യം അതാണ്, ശത്രുക്കളെ സംഹരിക്കുക. ഫെലിസ്ത്യർ അവനോട് മോശമായി പെരുമാറി. അവനൊരു പ്രാവശ്യം ചെയ്തത് 300 കുറുക്കന്മാരെ പിടിച്ചു കെട്ടി അതിൻ്റെ വാലിൽ തീപ്പന്തം കെട്ടി വെച്ചിട്ട് അവരുടെ വയലിലേക്ക് അഴിച്ചു വിട്ടു. അവരെ അങ്ങനെ നശിപ്പിക്കാനുള്ള എല്ലാ ശക്തിയും, 300 കുറുക്കന്മാരെ പിടിച്ചു കെട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് 300 കുറുക്കനെ എങ്ങനെ പിടിച്ചു കെട്ടി, അതല്ല. അത് അവന് കിട്ടിയ ഒരു തിന്മയെ അതിജീവിക്കാൻ അവന് കിട്ടിയ ചില ശക്തിയാണ്. അതിൻ്റെ ഒരു സൂചനയായിട്ട് അതിനെ കാണുക. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം അവരൊരു കാര്യം ചെയ്തു. ഇവനെ ചില തന്ത്രമൊക്കെ പറഞ്ഞ് ഇവനെ പിടിച്ചു. 15-ാം അധ്യായത്തിന്റെ 12 മുതൽ തിരുവനന്തപുരം വായിക്കും, അപ്പം മനസ്സിലാവും. 12 മുതൽ. അവർ പ്രതിവചിച്ചു, നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ. സാംസൺ പറഞ്ഞു, നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയേയുള്ളൂ, കൊല്ലുകയില്ല. അവർ പുതിയ 2 കയറുകൊണ്ട് അവനെ ബന്ധിച്ച് പാറയ്ക്കു വെളിയിൽ കൊണ്ടുവന്നു. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തി. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു, കെട്ടുകൾ അറ്റുവീണു. മതി. ഇതാ ശത്രു തന്ത്രം മെനഞ്ഞ് ചിലപ്പോൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് വട്ടം ചുറ്റി കെട്ടും. ചില തന്ത്രങ്ങൾക്ക് നമ്മളും പെട്ടുപോകും. പ്രാർത്ഥനാ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില മേഖലകളിൽ നമ്മൾ ചെന്ന് പെട്ടുപോകും. ചില കൂട്ടുകെട്ട്, ചില പാപ സ്വഭാവങ്ങൾ, പാപത്തിൻ്റെ ചില സാഹചര്യങ്ങൾ സ്വാഭാവികമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ചിലപ്പം ചില പ്രലോഭനങ്ങൾ പെട്ട് നമ്മൾ അങ്ങ് പെട്ടുപോകും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപോകാത്തൊരു അനുസരണം നമ്മളിൽ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ വീഴാൻ ദൈവം അനുവദിക്കില്ല, കർത്താവ് അനുവദിക്കില്ല. ഇപ്പോൾ സിംസോൻ പെട്ടിരിക്കുകയാണ്. ഫെലിസ്ത്യർ ഇവനെ തന്ത്രമൊക്കെ പറഞ്ഞു കൊണ്ടുപോയിട്ട് മുഴുത്ത കയറുകൊണ്ട്, പുതിയ കയറുകൊണ്ട് ആളെ കെട്ടി അങ്ങനെ ബന്ധിച്ചു. ചില സാഹചര്യങ്ങളിൽ, ചില വീടുകളിൽ, പ്രാർത്ഥനയുള്ള വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് ചെന്ന് വീണത്, പള്ളിയില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ദൈവഭയമില്ല, സന്ധ്യാസമയത്ത് മദ്യപാനവും ആർപ്പും വിളി ഇറങ്ങുന്ന ഒരു കുടുംബത്തിൽ ചെന്ന് പെട്ടു. അവൾ ബന്ധിക്കപ്പെട്ടവളായി മാറുന്നു. അല്ലെങ്കിൽ ചില പുരുഷന്മാർ കല്യാണം കഴിച്ചു, അയാൾ പള്ളിയും ധ്യാനവും പ്രാർത്ഥനയായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്, ഞാനൊരു പ്രാർത്ഥനക്കാരനാണ്, സുവിശേഷമാണ്, മദ്യപാനം ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഉണ്ട്, നല്ല സ്വഭാവം കൊണ്ട് കെട്ടിയതാണ്. ഭാര്യ പ്രാർത്ഥിക്കുകയില്ല, വേദോസം വായിക്കുകയില്ല, പള്ളിയിലും പോവുകയില്ല, പുള്ളിക്കാരത്തി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി അങ്ങനെ ഒരു ആർഭാട ജീവിതത്തിൽ പെടുന്ന ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുക. ഇവനെ പിന്നെ എന്നെ ചെയ്യാൻ പറ്റും? ഇവന്റെ ജീവിതമാകെ നിരാശയിലാകും, ഇവനാകെ പ്രതിസന്ധിയിലാകും. ചില കുടുംബങ്ങൾ അങ്ങനെയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവുള്ളവന്റെ പ്രത്യേകത, എന്നാ കയറുകൊണ്ട് കെട്ടിയാലും അവന്റെ ജീവിതത്തിന്റെ പ്രധാന സാഹചര്യം വരുമ്പോൾ ചണനാര് പൊട്ടിക്കുന്ന പോലെ അവനത് പൊട്ടിച്ചു കളഞ്ഞെന്ന് പറയുള്ളൂ. ദൈവമാണ് ഇടപെടുന്നത്. ചണനാര് പൊട്ടിക്കുന്ന പോലെ അതവനത് പൊട്ടിച്ചു കളഞ്ഞു. അടുത്ത ഭാഗം അതിനേക്കാൾ സുന്ദരമാണ്. 15-ാമത്തെ വചനം. ആത്മാവുള്ളവന്റെ ഒരു പ്രത്യേകത. ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയിൽ കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. അത് സുന്ദരമായ ഒരു നരേഷനാണ്, ഒരു ആവിഷ്കാരമാണത്. കഴുതയുടെ താടിയല് കൊണ്ട്, വല്ല കുതിരയുടെ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയുണ്ട്. കഴുതയുടെ താടിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് അറിയാം, വളരെ ചെറിയ താടിയലാണ്. ചത്തുപോയ ഒരു കഴുതയുടെ ചെറിയ താടിയല്, അതാണ് അവന്റെ കയ്യിൽ ആയുധം. ആത്മാവുള്ളവന്റെ കയ്യിലിരിക്കുന്ന ആയുധം വളരെ ചെറിയ ആയുധമാണ്. ആ ചെറിയ ആയുധം കൊണ്ട് 1000കണക്കിന് ആളുകളെ അവൻ കൊന്നുകളഞ്ഞു. ആളുകളെ കൊല്ലുന്നതല്ല. എൻ്റെ അർത്ഥം എന്താണ്? ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന ഒരു പ്രാർത്ഥനയായിരിക്കും. മതി. കഴുതയുടെ താടിയല് പോലെ ആകെ അറിയാവുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു 91 സങ്കീർത്തനം, അല്ലെങ്കിൽ ഒരു ജപമാലയുടെ കുരിശ്, അല്ലെങ്കിൽ ഏതെങ്കിലും പഠിച്ചു വെച്ച ഒരു സങ്കീർത്തനം, അത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അത് മതിയെന്ന് അർത്ഥം മനസ്സിലായോ? ചത്ത ഒരു കഴുതയുടെ താടിയല്, ലോകത്തിന്റെ ദൃഷ്ടിയിൽ വളരെ ലഘുവായത്, നിസ്സാരമായത്. ഇപ്പോൾ സിംസോന്റെ കയ്യിൽ കിട്ടിയത് ഒരു ചത്ത കഴുതയുടെ താടിയല്ലേ. പക്ഷെ താടിയല്ലല്ല പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. അവൻ അതുകൊണ്ട് അവന്റെ മുമ്പിലുള്ള ശത്രുക്കളെ തകർത്ത് കളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിന്റെ കയ്യിലിരിക്കുന്ന ചെറിയ ആത്മീകായുധം ഉണ്ടല്ലോ, ആ ചെറിയ ആത്മീകായുധം അതെടുത്ത് നിന്റെ ജീവിത പ്രതിസന്ധികളെ നീ കൈകാര്യം ചെയ്യുക. ദൈവം അതിനെ നമ്മുടെ മുമ്പിൽ തകർത്ത് കളയുക തന്നെ ചെയ്യും. കാരണം ദൈവമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിച്ചു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ. ഇതാണ് ശിംശോൻ, ഇതാണ് ശിംശോന്റെ അഭിഷേകം. അപ്പോൾ ശിംശോൻ ഇങ്ങനെ പോകുമ്പോൾ ആളുകൾ ചോദിച്ചു, ഇവനെന്താ ഇങ്ങനെ പ്രാന്തനെ പോലെ നടക്കുന്നത്, മുടി വെട്ടാത്തത് എന്താണ്? അല്ല, എനിക്കങ്ങനെ മുടി വെട്ടാൻ പറ്റില്ല, എൻ്റെ മുടി ക്ഷൗരം ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതാണ് അവൻ്റെ അനുസരണം. അവൻ്റെ ശക്തി കിടക്കുന്ന അവൻ്റെ മുടിയിലാണ്. മുടിയിൽ വെച്ചാൽ നീണ്ടു കിടക്കുന്ന മുടിയിലല്ല, ഈ മുടിയോട് അവനെടുത്ത നിലപാടിലാണ്.
ദൈവത്തെ അനുസരിക്കുന്നത്, തൻ്റെ ശരീരത്തോട് അവനെടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാടാണ് അവൻ്റെ ശക്തി. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ദലീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവൻ പരിചയപ്പെട്ടു. ജഡത്തിൻ്റെ ആസക്തിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി അവൻ പരിചയപ്പെട്ടു. അവൻ്റെ ഈ അനുഗ്രഹത്തിൻ്റെ തലയുണ്ടല്ലോ, ദൈവവചനം അനുസരിക്കുന്ന ഈ അനുഗ്രഹത്തിൻ്റെ തലയുണ്ടല്ലോ, അവൻ ഒരു ദിവസം ഇത് കൊണ്ടുപോയിട്ട് ദലീലയുടെ മടിയിൽ കൊണ്ടുവച്ചു. സുന്ദരമാണ് ബൈബിളിലെ ഭാഷ. തല വേശ്യയുടെ മടിയിൽ കൊണ്ടുവച്ചു. തല അത് നമ്മുടെ ബോധ്യങ്ങളുടെ സ്ഥലമാണ്, നമ്മുടെ ബോധ്യങ്ങളുടെ സ്ഥലമാണ്, വിശ്വാസത്തിന്റെ ഉറപ്പിന്റെ സ്ഥലമാണ്. അതൊരു വേശ്യയുടെ മടിത്തട്ടിൽ കൊണ്ടുവച്ച്, ആ മടിത്തട്ടിലെ ചൂടാണ് ഈ തലയ്ക്ക് അവനിപ്പോൾ കൊടുത്തത്. ദൈവത്തിന്റെ ആത്മാവിൽ ചിന്തിക്കുന്ന തല വേശ്യയുടെ മടിയിൽ അവൻ കൊണ്ടുവച്ചിരിക്കുകയാണ്. 16:19 ന്യായാധിപന്മാർ 16:19. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ചില ജഡീക സുഖങ്ങളിൽ കിടന്നുറങ്ങുന്ന മനുഷ്യർ, ജഡസുഖത്തിന്റെ ആസക്തിയിൽ കിടന്നുറങ്ങുന്ന മനുഷ്യർ, ലൗകിക സുഖങ്ങളുടെ ആസക്തിയിൽ കിടന്നുറങ്ങുന്ന മനുഷ്യർ, ഇതാണ് യേശു വിളിച്ചു പറഞ്ഞ മറ്റൊരു ഭാഷ. ലൂക്കോസ് 21:34 സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത ഇവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്തിരിപ്പാൻ ജാഗ്രതയോടെ ഇരിപ്പിൻ. ജാഗ്രത നഷ്ടപ്പെട്ട ആത്മാവുള്ള ഒരുത്തൻ, ആത്മാവിൽ ജീവിക്കുന്ന ഒരുത്തൻ ഇപ്പോൾ ആത്മാവിനേക്കാൾ ഉപരി ജഡത്തിന്റെ സുഖങ്ങളെ താലോലിക്കാൻ തുടങ്ങി. ജഡീക സുഖങ്ങളുടെ ചൂട് പകരുന്ന ദലീലയുടെ മടിയിലാണ് ഇപ്പോൾ അവന്റെ ചിന്ത മുഴുവൻ. തല കൊണ്ടുവച്ചെന്ന് പറഞ്ഞാൽ ദലീൽ എങ്ങനെ പീഠത്തിലിരിക്കുന്നു, ഇയാൾ കൊണ്ട് തല വെച്ചിരിക്കുന്നു, അങ്ങനെയല്ല ശരിക്കും അർത്ഥം. ഇവന്റെ ആലോചനകൾ, ഇവന്റെ ചിന്തകൾ, ഇവന്റെ ഭാവനകൾ, ഇവന്റെ ഓർമ്മകൾ എപ്പോഴും ദലീല ദലീല ദലീല. അവളുടെ ശരീരത്തിന്റെ ചൂട്, അവളുടെ ശരീരത്തിന്റെ വടിവ്, അവളുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ശിംശോൻ ജീവിക്കുകയാണ്. അവൻ അറിയുന്നില്ല അവന്റെ അഭിഷേകം പോകുന്നത് അവന്റെ തലയ്ക്കകത്ത് കിടക്കുന്ന ദൈവാത്മാവിന്റെ ജ്ഞാനമല്ല, വചനത്തിന്റെ ശക്തിയല്ല. അവന്റെ തല ഇപ്പോഴും ദലീലയുടെ ശരീരത്തിന്റെ ചൂടിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ദലീലയുടെ മടിയിൽ അവന്റെ തല കൊണ്ടുവച്ചു. ചിലരുടെ തലയ്ക്കകത്ത് കിടക്കുന്ന ചില ചിന്തകൾ ഇങ്ങനെയാണ്: എങ്ങനെ കാശുണ്ടാക്കാം, എങ്ങനെ പറ്റിക്കാം, എങ്ങനെ പണക്കാരനാകാം, എങ്ങനെ വലിയവനാകാം. നീ നിന്റെ തലയ്ക്കകത്ത് ദൈവജ്ഞാനത്തിന്റെ ചിന്തകൾ വെക്കുക. ചിലരുടെ തലയ്ക്കകത്ത് ഇത് കേട്ടിട്ട് പണത്തെക്കുറിച്ചുള്ള ചിന്തകൾ. ദലീലയുടെ മടിയിൽ ശിംശോൻ തല കൊണ്ട് വെച്ച പോലെയാണ്. ചിലർക്ക് മദ്യത്തെക്കുറിച്ചുള്ള ചിന്ത, ലഹരിയെക്കുറിച്ചുള്ള ചിന്തകൾ, ചിലർക്ക് അധികാര ചിന്തകൾ, സ്ഥാനമാന ചിന്തകൾ. ഒറ്റ ചിന്തയുള്ളൂ: എങ്ങനെ നാലാളുടെ ഇടയിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാക്കാം, എവിടെ ചെന്നാൽ ഞാനാണ് കേമൻ, എന്നെ കഴിഞ്ഞ ആരുമില്ല, ഞാൻ ശ്രേഷ്ഠൻ. വേറെ ചില ആളുകൾക്ക് ജഡീക ചിന്തകൾ മാത്രം. സമയം കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം ഫോൺ വീഡിയോ നോക്കുക, അത് നോക്കി ഇത് നോക്കുക. ചിലരുടെ തലയ്ക്കകത്ത് സിനിമ മാത്രം, ചിലരുടെ തലയിൽ സീരിയൽ മാത്രം. ഇങ്ങനെ ഈ ലോകത്തിന്റെ ചിന്തകൾ ദലീലയുടെ മടിയിൽ കൊണ്ടുവെക്കുന്ന തലകളാണത്. കാര്യം ശരിയാണ്, പ്രാർത്ഥനയുണ്ട്, എല്ലാ സമയമുണ്ട്. ശിംശോൻ എല്ലാം ഉണ്ട്, സമയാസമയം പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, മുടി വെട്ടിയിട്ടുമില്ല. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൈവഭക്തനാണ്. പക്ഷെ ഇതിന്റെ അകത്ത് നടക്കുന്നത് മുഴുവൻ ദലീലയുടെ മടിയുടെ ചൂടാണ്. അവളുടെ ജഡത്തിന്റെ ചൂടാണ് ഈ തലയ്ക്കകത്ത് കിടക്കുന്ന മുഴുവൻ. സംഭവിച്ചെന്താണ്? അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ഉറക്കാന്ന് പറഞ്ഞാൽ അവന്റെ തല അവളുടെ കസ്റ്റഡിയിലായി. അവന്റെ തല അവളുടെ കസ്റ്റഡിയിലായി. നിന്റെ തല എന്തിന്റെ കസ്റ്റഡിയിലാണ്? എന്തിന്റെ കസ്റ്റഡിയിലാണ് നമ്മുടെ തലയിരിക്കുന്നത്? മരുമക്കളോടുള്ള വെറുപ്പിലാണോ? അമ്മാവിയമ്മയുടെ അമ്മായിയപ്പനോടുള്ള പകയിലാണോ? അയൽവാസികളോടുള്ള പകയിലാണോ? എന്തിലാണ് എൻ്റെ തലയിരിക്കുന്നത്? എൻ്റെ തലയ്ക്കകത്തോടെ ഏത് ചിന്തയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അതോ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയാണോ? എന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണോ? 20-ാം വചനം. അവൾ പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു, മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും. മതി. അവളിങ്ങനെ അവളുടെ മടിയിൽ താലോലിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന് മനസ്സിലായി, ഫിലിസ്ത്യർ ചുറ്റും വന്നു. ദലീല പറഞ്ഞു, ദാ നീ ശത്രുക്കളുടെ നടുവിലാണ്. അവൻ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഞാൻ ശക്തനാണ്. എനിക്ക് ചില അഭിഷേകങ്ങളൊക്കെ ഉണ്ട്. ചണനാര് പോലെ പുതിയ കയർ കൊണ്ട് കെട്ടിയിട്ടും ചണനാര് പോലെ പൊട്ടിച്ചവനാണ് ഞാൻ. ഇളയാടിനെ കീറുന്ന പോലെ സിംഹത്തെ കീറിക്കളഞ്ഞവനാണ് ഞാൻ. ആയിരക്കണക്കിന് ഫെലിസ്ത്യന്മാരെ ഒരു ചെറിയ കഴുതയുടെ താടിയിലോട്ട് തകർത്ത കൈകളാണിത്. ഞാൻ രക്ഷപ്പെടും. എന്നെ തന്നെ സ്വതന്ത്രനാക്കും. അടുത്ത വചനം. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. അവന്റെ തല ചട്ടങ്ങൾ അനുസരിച്ച് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതാ ദലീലയുടെ മടിയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ അറിയാതെ അവന്റെ തല ക്ഷൗരം ചെയ്ത് കളഞ്ഞു.
ദൈവിക നിയമങ്ങളെ അവൻ അറിയാതെ തന്നെ അനുസരണക്കേടിന്റെ കീഴിലാക്കി കളഞ്ഞു, അത് നിഷേധിച്ച് കളഞ്ഞു. അവൻ അറിഞ്ഞില്ല, അവൻ അറിഞ്ഞുകൊണ്ടല്ല മുടി വെട്ടിയത്. പാപത്തിൽ ലയിച്ചു കഴിഞ്ഞപ്പോൾ പാപം അവനെ കീഴ്പ്പെടുത്തി, അവൻ അറിഞ്ഞില്ല. അടുത്തത് ബൈബിളിൽ വളരെ വേദനാജനകം എഴുതിയിരിക്കുകയാണ്, കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം കർത്താവ് നമ്മളിൽ നിന്ന് പോകുമ്പം നമ്മളെ എഴുന്നേൽപ്പിച്ച് ടാറ്റ പറഞ്ഞിട്ടല്ല പോണത്, നമ്മൾ അറിയില്ല. പാപം നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ദൈവാത്മാവ് നമ്മളിൽ നിന്ന് മാറി നിൽക്കും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4:30 പറഞ്ഞത്, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്ര കുത്തിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അത് മാറും, അത് മാറിപ്പോകും. പാപത്തിന് നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേൽ കിടക്കുന്ന അനുഗ്രഹം നമ്മൾ അറിയാതെ മാറിപ്പോയി. നമ്മൾ ഈ കുഴപ്പമൊന്നുമില്ല, ഈ ആഴ്ച ഞാൻ പോയി കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്, ഒരു കുഴപ്പമില്ല. കൃപ നഷ്ടപ്പെട്ടു പോയി, അതറിയില്ല. ഫിലിസ്തീർ അവനെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി. ഫിലിസ്തീർ അവനെ പിടിച്ചു. ആദ്യം ചെയ്ത പരിപാടി എന്തറിയോ? കൈവിട്ടോ കഴുത്തു വിട്ടോ ചെയ്തത്, കണ്ണങ്ങ് പൊട്ടിച്ചോളഞ്ഞു. കാഴ്ചപ്പാട് മൊത്തം പോയി, കാഴ്ചപ്പാട് മൊത്തം നഷ്ടപ്പെട്ട്. ഇത്രയും നാൾ അവൻ എന്ത് അഭിഷേകത്തോടെ ജീവിതത്തെ കണ്ടെന്നറിയോ? അലറി വരുന്ന സിംഹത്തെ അവൻ കണ്ടൊരു കാഴ്ചയുണ്ട്, ഇളയാടിനെ പോലെ കണ്ടത്. ആ കണ്ണു പോയി, ആ കാഴ്ച പോയെന്ന്. അവന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും അവൻ കണ്ട ഒരു കാഴ്ചയുണ്ട്, ആ കാഴ്ച പോയി. ജീവിതത്തിലേക്ക് വരുന്ന പ്രതിസന്ധികളെ ദൈവാത്മാവിൽ കാണാനുള്ള കാഴ്ച പോയി, ആ കണ്ണ് കുത്തി പൊട്ടിച്ചു കളഞ്ഞു. അവൻ ബന്ധിതനായി. ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി, മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. എന്നാൽ മുണ്ടനത്തിന് ശേഷവും അവന്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു. അതിനകത്തൊക്കെ പെട്ടു. പിന്നെ മുടി വളർന്നുകൊണ്ടിരുന്നു. മുടി വളരുമ്പോൾ അതിനോട് എടുക്കുന്ന ഒരു നിലപാടിൽ അവന് ശക്തി കിട്ടും, അവനിപ്പോൾ ഒരു ശുശ്രൂഷ എന്തായിരുന്നു അറിയോ? ഫെലിസ്തരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുക, ഇതായിരുന്നു ദൗത്യം. ഇപ്പൊ എന്താ ജോലി എന്നറിയോ? ഫെലിസ്തർക്ക് ദോശമാവ് ഉണ്ടാക്കി കൊടുക്കുക. ശുശ്രൂഷ വേറെ ആയിരുന്നു. അവനെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ചത് ഫെലിസ്തരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാനുള്ള ശുശ്രൂഷയാണ് അവനെ ഏൽപ്പിച്ചത്. ഇപ്പോൾ അവൻ ചെയ്യുന്ന ശുശ്രൂഷ ഫെലിസ്തർക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ്. പാപിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന രീതി. അഭിഷേകത്തിന്റെ അവസ്ഥ എങ്ങനെയായി? തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ അവസ്ഥ എങ്ങനെയായി? അഭിഷേകമുള്ളവന്റെ അവസ്ഥ എങ്ങനെയായി? തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസിയുടെ ജീവിതം പാപത്തിന് കൂട്ടുനിൽക്കുന്നതായി മാറി. അറിഞ്ഞോ അറിയാതെയോ നിർബന്ധിതമാകുകയാണ് പാപത്തിന് കൂട്ടുനിൽക്കുക. വേറൊരു വഴിയില്ല, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പാപം ചെയ്യുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നേയില്ല. ഓട്ടച്ചങ്ങലകളാൽ ബന്ധിതനായി, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് അവന്റെ തലയിൽ ഇങ്ങനെ മുടി വീണ്ടും വളർന്നുകൊണ്ടിരുന്നു. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവന് വീണ്ടും ശക്തി കിട്ടി. അവനൊരു ഗോപുരത്തിൽ അവനെങ്ങനെ വെച്ച് കഴിഞ്ഞപ്പം അവനൊരു കാര്യം ചെയ്തു, ഒരിക്കൽ കൂടി ശക്തി തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. താഴെ എങ്ങനെ കാണുന്നത്. അപ്പൊ കർത്താവ് ശക്തി കൊടുത്തു. അപ്പൊ അവനെ കെട്ടിയിരുന്ന ഗോപുരത്തിന്റെ 2 തൂണുകൾ ഇങ്ങനെ പിടിച്ചു, ഒറ്റ ഇളക്കിളക്കി. ശക്തി കിട്ടി. ഇളക്കിളക്കിയപ്പം ഈ ഗോപുരം അപ്പാട് ഇടിഞ്ഞു വീണു. 10,000-കണക്കിന് ഫെലിസ്തരെ കൊന്നു. അതിൻ്റെ കൂടെ സിംസോനും മരിച്ചു. ചിലർ പറയും വലിയ കേമാണെന്ന്. ഒരു കേമല്ല. കാരണം എന്തറിയോ? അഭിഷേകത്തോടെ ജീവിച്ച് നിത്യതയിൽ എത്താനുള്ളതായിരുന്നു സിംസോന്റെ ജീവിതം. ആരുടെ കൂടെ പട്ടുപോയി? പാപിയുടെ കൂടെ പട്ടുപോയി. ഒരു ഡിസ്ട്രക്റ്റീവ് പവറായി മാറി. ഒരു തകർച്ചയായി സിംസോന്റെ ജീവിതം മാറി, ഒരു ദുരന്തമായി മാറി. ദൈവത്തോടെടുത്തൊരു നിലപാട് മാറിയപ്പോൾ സിംസോന്റെ ജീവിതം അവസാനിക്കുന്നത് സമാധാനപൂർണ്ണമല്ല, കാഴ്ചയില്ലാതെ അനേകരെ നശിപ്പിച്ചുകൊണ്ട് അവനൊരു നാശത്തിന്റെ ഭാഗമായി മാറി. ഒരു നാശത്തിന്റെ ഭാഗമായി അയാൾ മാറുക. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, എൻ്റെ ജീവിതം ഒരു നാശത്തിന്റെ ഭാഗമായി അവസാനിപ്പിക്കാനുള്ളതാണോ? എല്ലാവരും തകർക്കുന്ന, എല്ലാവരെയും നശിപ്പിക്കുന്ന ഒരു നാശത്തിന്റെ ഭാഗമായി ജീവിതം അങ്ങ് തീർക്കുക. ഞാൻ കാരണം എൻ്റെ കുടുംബം നശിക്കുക, കുടുംബത്തിന്റെ സൽപ്പേര് കളയുന്ന ഒരു നാശമായി മാറുക, മക്കൾക്കും മാതാപിതാക്കന്മാർക്കും ഒരു വയ്യാവേലിയെ തീരുക. അങ്ങനെയാണോ? എന്നെ ഓർക്കുമ്പോൾ ഒരു കണ്ണുനീര് വരാനുള്ളൊരു അനുഭവം പോലും എൻ്റെ വീട്ടിൽ കൊടുക്കാതിരിക്കുക, സ്നേഹത്തിൻ്റെ ഒന്നും കൊടുക്കാതെ എൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് ഒരു നാശമായിട്ട് അവസാനിക്കുക. അതിനുള്ളതാണോ നമ്മുടെ ജീവിതം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ അറിയില്ല. എന്നാൽ കർത്താവിൻ്റെ കൃപ വരുന്നത് നമ്മൾ അറിയും. വലിയ ആഘോഷത്തോടെയാണ് ഈ കൃപ വരിക, വലിയ തേജസ്സോടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. ആ നിമിഷം തന്നെ നമ്മൾ മാറ്റം വരാൻ തുടങ്ങും. ദൈവത്തിൻ്റെ കൃപ ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ അയാൾ പുതിയ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങും, പുതിയ പാട്ട് നാവിലുണ്ടാകാൻ തുടങ്ങും. മർക്കോസ് 16:17 വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്,
അവർ പിശാചുക്കളെ പിന്നെ ബഹിഷ്കരിക്കാൻ തുടങ്ങും. പുതിയ ഭാഷയിൽ സംസാരിക്കും. പഴയ ഭാഷ മാറും. എടാ പോടാ മറ്റവനെ മറിച്ചവനെ, ഈ ഭാഷ മാറും. സ്നേഹത്തിന്റെ ഒരു ഭാഷ വരാൻ തുടങ്ങും. പുതിയ പാട്ട് പാടാൻ തുടങ്ങും. ദൈവത്തെ മഹത്വപ്പെടുന്ന സ്തോത്രത്തിന്റെ പാട്ട്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ദൈവാനുഭവം ആ വ്യക്തിയിലൂടെ ദൈവം പുറത്തു വരാൻ തുടങ്ങും. അവർ രോഗികളെ സുഖപ്പെടുത്തും. ഡോക്ടറാവുന്നല്ല അതിൻ്റെ അർത്ഥം. അവർ രോഗികളുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രോഗിക്കൊരാശ്വാസം. രോഗി ആഗ്രഹിക്കും ഒരു പ്രാർത്ഥന കിട്ടിയിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവെ ഞങ്ങൾ ഇന്നറിയണമേ.